ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് സിനിമയിൽ നിന്നുള്ളവരുടെ സഹായം ലഭിച്ചില്ലെന്ന് സിനിമാ നടൻ മേജർ രവി റിപ്പോർട്ടറിനോട് സിനിമാ നടന്മാർക്ക് ബിജെപിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അത് പിന്നീട് തൊഴിലിനെ ബാധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഒരു സിനിമാക്കാരൻ ബിജെപിക്കാരനാണെന്ന് പറഞ്ഞാൽ മാത്രം അതെന്തോ തൊടാൻ പാടില്ലാത്ത തീണ്ടാൻ പാടില്ലാത്തൊരു പാർട്ടിയായിട്ട് ആണ് എന്നും കണ്ടിരിക്കുന്നത്. ബിജെപിയുടെ സ്ഥാനാർത്ഥി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ സിനിമക്കാർക്കും അവർക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടതാണ്. ഞാൻ അവിടെ ക്യാമ്പയിനൊരു ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും ശരിയാണ്, സിനിമക്കാർ ആരും വന്നിട്ടുമില്ല, ആരും സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ആ ജയിച്ചതിന് ശേഷം കാണുന്ന പ്രവണതയാണ് ഞാൻ കാണുന്നത്. എയർപോർട്ടിൽ പോകുന്നു, ചിലർ മാലയിടുന്നു. സിനിമാ താരങ്ങൾ ബിജെപിയിൽ പ്രവർത്തിക്കുന്നത് അപരാധമായാണ് ചിലർ കാണുന്നത്. സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രചാരണത്തിന് തൃശ്ശൂരിൽ ആരും വന്നില്ല. എന്നാൽ ജയിച്ച ശേഷം പലരും വിമാനത്താവളത്തിൽ മാലയിടാനെത്തി. മറ്റു പാർട്ടികളിൽ പല നടന്മാരും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ബിജെപിയിൽ ചേർന്നവർക്കാണ് ഈ പ്രശ്നം നേരിടേണ്ടി വരുന്നത്. ബിജെപിയിൽ പ്രവർത്തിച്ചാൽ പിന്നീട് സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ലെന്നും മേജർ രവി ആരോപിച്ചു. കേരളത്തിൽ ജനാധിപത്യം വരുന്നതിന്റെ ഉത്തരമാണ് സുരേഷ് ഗോപിയുടെ ജയം. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും മേജർ രവി. സുരേഷ് ഗോപി ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞ് ബെറ്റടിച്ച ആളുകളടക്കം ഉണ്ടായിരുന്നു. അവർക്കെല്ലാം മുഖത്ത് നോക്കിയിട്ട് ജനാധിപത്യം കൊടുത്ത ഉത്തരമാണ് 75,000 വോട്ടിന് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചിരിക്കുന്നത്. ഇതേമാതിരി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അണികളുടെയും നേതാക്കന്മാരുടെയും പ്രവർത്തനം ജനങ്ങളോടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും വിൽ ഗെറ്റ് ഇറ്റ്. ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ജയിക്കാനാകുമെന്ന് സുരേഷ് ഗോപി തെളിയിച്ചെന്നും ബിജെപിയിൽ പ്രവർത്തിക്കാൻ സിനിമക്കാർ മുൻപോട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി.